ഇറാനെതിരായ യുദ്ധം തുടരണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മേൽ സമ്മർദ്ദവുമായി ഗൾഫ് രാജ്യങ്ങൾ. ഇറാന്റെ പ്രത്യാക്രമണ ഭീഷണി നിലനിൽക്കുന്നതിനാൽ യുദ്ധം പാതി വഴി നിർത്തുന്നത് അപകടകരമാണെന്ന നിലപാടാണ് ഗൾഫ് രാജ്യങ്ങൾക്ക്. മാനുഷിക സഹായം ശേഖരിക്കാൻ ഇന്ത്യയിലേക്ക് പറക്കാനിരുന്ന ഇറാൻ വിമാനം അമേരിക്ക തകർത്തു. ഗുഡ് മോർണിംഗ് മധു കൊട്ടാരക്കര. ഈ ശരിക്കും അദ്ദേഹത്തിന്റെ കണക്കൂട്ടലുകളെല്ലാം പിഴയ്ക്കുകയാണ്. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ്കെൻ. ഇന്ന് ന്യൂയോർക്ക് പോസ്റ്റുമായിട്ട് ഡൊണാൾഡ് ട്രംപ് സംസാരിക്കുമ്പോൾ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ കാലിബാഫുമായിട്ടാണ് അമേരിക്ക ചർച്ച നടത്തുന്നതെന്നുള്ള ഒരു സൂചന നൽകിയിട്ടുണ്ട്. അദ്ദേഹം തുടർ ചർച്ചകൾക്ക് തയ്യാറാകുമോ എന്ന നോക്കിയിരിക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇതിന്റെ ഉത്തരം നിങ്ങളെ അറിയിക്കാമെന്നാണ് ന്യൂയോർക്ക് പോസ്റ്റിനോട് ട്രംപ് പറഞ്ഞത്. അതേസമയം എസ്കെൻ US കരസേനയിലെ 82ാം എയർബോൺ ഡിവിഷനിലെ ഈ ആയിരക്കണക്കിന് സൈനികർ പശ്ചിമേഷ്യയിൽ എത്തിത്തുടങ്ങിയിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇവർ പാരട്രൂപ്പർ സൈനികരാണ്. എന്നാൽ ഇവരെ എവിടെയാണ് വിന്യസിച്ചിരിക്കുന്നതെന്നുള്ള ഈ സുരക്ഷാ കാരണങ്ങൾ കൊണ്ടായിരിക്കാം പെന്റഗണോ അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലുമോ ഔദ്യോഗികമായിട്ട് വെളിപ്പെടുത്തിയിട്ടില്ല. എങ്കിലും ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ കാർഗ് ഐലൻഡ് പിടിച്ചെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കരയുദ്ധ സാധ്യതകൾ അല്ലെങ്കിൽ മിലിറ്ററി റെയ്ഡ് ആയിരിക്കാം പെന്റഗൺ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന ചില സൂചനകൾ. അതേസമയം ഇറാനെതിരെ സൈനിക നടപടി അവസാനിപ്പിക്കരുതെന്ന് വലിയ സമ്മർദ്ദവുമായി സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഉൾപ്പെടെയുള്ള ഗൾഫ് സഖ്യ രാജ്യങ്ങൾ വന്നിരിക്കുന്നതായിട്ട് അസോസിയേറ്റഡ് പ്രസ്സാണ് ഈ വാർത്ത പുറത്തുവിടുന്നത്. ഇതേ രീതിയിൽ തന്നെ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മളും റിപ്പോർട്ട് ചെയ്തായിരുന്നു. സൗദി രാജകുമാരന്റെ ഭാഗത്തു നിന്ന് വലിയ സമ്മർദ്ദം ട്രംപിന്റെ ഭാഗത്തുണ്ടെന്ന്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായിട്ട് നടത്തിയ ചർച്ചകളിൽ ഗൾഫ് രാജ്യങ്ങൾ അവരുടെ നിലപാട് വ്യക്തമാക്കി എന്നാണ് അസോസിയേറ്റഡ് പ്രസ് പറയുന്നത്. ഇറാനിലെ നിലവിലെ ഭരണകൂടം മാറുന്നത് വരെയെങ്കിലും ഈ സൈനിക നീക്കം തുടരണമെന്നാണ് സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളുടെ ആവശ്യം. അവര് പ്രധാനമായിട്ട് പറയുന്നത് ഇറാൻ തിരിച്ചടി നൽകുമോ എന്നൊരു ഭീഷണി നിലനിൽക്കുന്നു. അതുകൊണ്ട് ഈ യുദ്ധം പാതി വഴി നിർത്തുന്നത് അപകടകരമാണ്. അതുകൊണ്ട് ഉടൻ പിൻവാങ്ങരുതെന്നാണ് പറയുന്നത്. അതേസമയം ഈ ഇറാൻ യുദ്ധത്തിന്റെ സാമ്പത്തിക ഭാരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വഹിക്കുവാൻ പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങളുടെ സപ്പോർട്ട് ആവശ്യപ്പെടുവാൻ ഡൊണാൾഡ് ട്രംപ് ഒരുങ്ങുന്നുവെന്ന് ഇന്ന് പറഞ്ഞത് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാർലിൻ ലെവിറ്റ് ആണ്. അതേസമയം ഈ കഴിഞ്ഞ 31 ദിവസത്തിൽ അമേരിക്കയുമായി യാതൊരു ചർച്ചയും നടന്നിട്ടില്ലെന്നാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗേയ് പറയുന്നത്. പാകിസ്ഥാൻ അടക്കമുള്ള ഒരുപാട് മധ്യസ്ഥ രാജ്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്. അവരുമായിട്ടൊക്കെ ചർച്ച നടത്തുവാനുള്ള അഭ്യർത്ഥനകൾ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല അമേരിക്കയുടെ 15 നിർദ്ദേശങ്ങൾ ലഭിച്ചുവെന്നും ഇസ്മയിൽ ബഗായ് സ്ഥിരീകരിക്കുന്നുണ്ട്. അതേസമയം ഈ ചർച്ചകൾക്കിടയിൽ അമേരിക്ക 2 വട്ടം നടത്തിയ ആക്രമണങ്ങൾ മറക്കില്ലെന്നും ബഗായ് പറഞ്ഞു. അത് പറ്റുന്നുണ്ട്. അതേസമയം നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ മഷദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് പറക്കാനിരുന്ന ഒരു ഇറാൻ വിമാനം തകർത്ത് അമേരിക്കൻ സൈന്യം എന്നുള്ള റിപ്പോർട്ടും വരുന്നുണ്ട്.